കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ വേനൽമഴയിലും കാറ്റിലും നേന്ത്രവാഴത്തോട്ടം നശിച്ചു. This news is brought to you by ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ വേനൽമഴയിലും കാറ്റിലും നേന്ത്രവാഴത്തോട്ടം നശിച്ചു. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ ആയന്നൂരിലാണ് നേന്ത്രവാഴത്തോട്ടം കാറ്റ് തകർത്തത്. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് വേനൽമഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശിയത്. ആയന്നൂരിലെ ഇടപ്പള്ളി സജിയുടെ 400ഓളം വാഴകളാണ് നിലംപൊത്തിയത്. ഏപ്രിലിൽ 800 വാഴ വെച്ചതാണ്. അത് സ്വർണ്ണമുഖിയായിപ്പോയി. കുലച്ചത് തന്നെ ഈ നവംബർ ഡിസംബർ മാസമായപ്പോഴാണ് കുലച്ചത്. കൊല വെട്ടാനായി വരുന്നേ ഉള്ളൂ. ഈ 800 വാഴ വെച്ചൊരു 50 കൊലയാണ് ഇതുവരെ കൊത്തിയത്. ബാക്കി ഉള്ളത് കൊത്താൻ കിടക്കുന്നതായിരുന്നു. അപ്പോൾ നേരത്തെ കഴിഞ്ഞ മാസം വരെ 35 രൂപ 30 രൂപയ്ക്ക് വേണ്ടായിരുന്ന കണ്ടീഷൻ ഇപ്പോൾ ഒരു 40 രൂപ വിലയായിട്ടുണ്ട്. വലിയ സന്തോഷത്തിലായിരുന്നു. നഷ്ടം മുടക്കുമുതൽ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അതിപ്പോൾ ഒരു 380-400 കൊല അടക്കം മൊത്തം ഒടിഞ്ഞു പോയിട്ടുള്ളത്. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാൻ കഴിയുന്നവയായിരുന്നു വാഴകൾ. ശരാശരി 20 കിലോയ്ക്ക് മുകളിൽ തൂക്കമുണ്ട്. ഈസ്റ്റ് എളേരി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽമഴയ്ക്കൊപ്പം വീശിയ കാറ്റ് നാശം വിതച്ചു. 800 വാഴകളാണ് സജ്ജി നട്ടത്. ഈസ്റ്റ് എളേരി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി, പഞ്ചായത്ത് അംഗം സിന്ധു ടോമി, കൃഷി ഓഫീസർ അബിൻസി അജിത് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. 2.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.